കുങ്കുമപ്പൂ, അരി, ഡ്രൈ ഫ്രൂട്ട്സ് എന്നിവ ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ഒരു സ്പൈസി വിഭവമാണ് കുങ്കുമ പുലാവ്. പ്രത്യേകിച്ചും ആഘോഷ സമയങ്ങളിലാണ് ഇത് കൂടുതലായിട്ടും തയ്യാറാക്കുന്നത്. കുങ്കുമപ്പൂ ചേർക്കുന്നത് കൊണ്ട് തന്നെ ഈ പുലാവിന് പ്രത്യേക രുചിയും ഒരു സുഗന്ധവും ഒക്കെ ഉണ്ട്. വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് ഈ ഒരു കുങ്കുമ പുലാവ് തയ്യാറാക്കുന്നത് നോക്കാം. നമുക്കായി ഇത് പരിചയപ്പെടുത്തുന്നു അയേഷ. കുങ്കുമ പുലാവ് തയ്യാറാക്കാൻ നമുക്ക് വേണ്ട ചേരുവകൾ: 200 ഗ്രാം അരി, 1 ടീസ്പൂൺ കുങ്കുമനാരുകൾ, ഉപ്പ്, കറുവയില 1, ഏലക്ക 2, കറുവപ്പട്ട 1 കഷ്ണം, ഉണക്കമുന്തിരി 1 ടേബിൾ സ്പൂൺ, 7-8 ബദാം, 1 ടേബിൾ സ്പൂൺ പിസ്ത, നെയ്യ് 3-4 ടേബിൾ സ്പൂൺ, വെള്ളം ആവശ്യത്തിന്. ഇനി ഇത് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഒരു കുക്കറിൽ 3 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. നെയ്യ് നന്നായി ചൂടായ ശേഷം ഇതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് 1-2 മിനിറ്റ് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഇത് ഫ്രൈ ചെയ്തതിന് ശേഷം ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാവുന്നതാണ്. ഇനി അതേ കുക്കറിലേക്ക് കറുവപ്പട്ട, ഏലക്ക, കറുവയില എന്നിവ ചേർത്ത് നന്നായി വഴറ്റുക. അതിനുശേഷം ഇതിലേക്ക് കുതിർത്തിയ അരി ചേർത്ത് നന്നായി ഇളക്കാം. ഇനി ഇതിലേക്ക് കുങ്കുമനാരുകൾ ചേർത്ത വെള്ളവും കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കുക. ഇനി ചോറിനൊപ്പം 2:1 എന്ന അനുപാതത്തിൽ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇത് അടച്ചതിന് ശേഷം അരി തിളയ്ക്കാൻ തുടങ്ങുന്നതുവരെ ഉയർന്ന തീയിൽ പാകം ചെയ്യുക. അതിനുശേഷം തീ കുറച്ച് വെച്ച് ചോറ് വേവുന്നതുവരെ വീണ്ടും പാകം ചെയ്യുക. നമ്മുടെ കുങ്കുമ പുലാവ് ഇവിടെ തയ്യാറാണ്. നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇത് നമുക്ക് ഒരു പാത്രത്തിൽ വിളമ്പാവുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സൈഡ് ഡിഷ് ചേർത്ത് ഈ പുലാവ് ചൂടോടുകൂടി കഴിക്കാവുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ പുലാവ് നിങ്ങളും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.